കോഫി വിത്ത് സ്മൃതി തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ തോൽവിയിൽ സമീപകാലത്തൊന്നുമില്ലാത്ത വിമർശനങ്ങളാണ് CPM നേതൃത്വം നേരിട്ടത്. സംസ്ഥാന കമ്മിറ്റി മുതൽ താഴെ തട്ടിൽ നിന്ന് വരെ വിമർശനങ്ങൾ ഉയർന്നു. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ പോലും തള്ളിപ്പറയാതിരുന്ന പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെയായിരുന്നു വിമർശനങ്ങൾ ഏറെയും. പാർട്ടി ബ്രാഞ്ച് വരെയുള്ള എല്ലാ പാർട്ടി അംഗങ്ങളെയും കേട്ട ശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റിവ്യൂ തയ്യാറാക്കുക എന്നാണ് പറഞ്ഞതെങ്കിലും ബ്രാഞ്ച് യോഗങ്ങൾ കണ്ണൂർ ജില്ലയിൽ പോലും തുടങ്ങിയിട്ടേയുള്ളൂ. TV പ്രസാദ് വിവരങ്ങൾ നൽകും. പ്രസാദ്, ഇപ്പോൾ CPM എങ്ങനെ തോറ്റു എന്ന പരിശോധനയിലേക്ക് കടക്കുമ്പോൾ നേരത്തെ CPM-നെതിരെ പുറത്തുനിന്ന് ഉയർന്നിരുന്ന വിമർശനങ്ങൾ ഏതാണ്ട് ശരിവെക്കുന്നു എന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ താഴെ തട്ട് മുതൽ പിണറായി വിജയനും MV ഗോവിന്ദനും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ എങ്ങനെ പരാജയത്തിന് കാരണമായി എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അവരുടെ പ്രസ്താവനകൾ, അവരെടുത്ത നിലപാടുകൾ, വെള്ളാപ്പള്ളിയെ പിന്തുണച്ചത്, എന്തിന് ആഗോള അയ്യപ്പ സംഗമം എന്ന പേര് പോലും ഒരു വലിയ തിരിച്ചടിയായ എന്ന വിലയിരുത്തലിലേക്കൊക്കെ പാർട്ടി എത്തുന്നുണ്ട്, പാർട്ടിയിലെ സഖാക്കൾ എത്തുന്നുണ്ട്. അപ്പോൾ ഈ റിവ്യൂ താഴെത്തട്ടിൽ പൂർണ്ണമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനെയും പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നോ അതുകൂടി കേട്ട ശേഷം ഒരു നിലപാടിലേക്ക് പൂർണ്ണമായ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ്. അശ്വതി, പാർട്ടി തീരുമാനിച്ചത് ഈ ശക്തമായ തോൽവിയുള്ള സാഹചര്യത്തിൽ സാധാരണയുള്ള പതിവ് രീതിയിൽ നിന്ന് ഒരു മാറ്റം വരുത്തണം എന്നുള്ളതാണ്. സാധാരണ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിച്ച് പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ ബ്രാഞ്ച്, ആ രീതിയിൽ യോഗങ്ങൾ വിളിച്ചു പോകുന്ന ഒരു രീതിയാണ് സാധാരണ CPIM-ന്റെ തെരഞ്ഞെടുപ്പ് റിവ്യൂ. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് മാത്രമല്ല, പയ്യന്നൂരും തളിപ്പറമ്പും തോറ്റതോടുകൂടി പാർട്ടിയുടെ സംഘടനാ അടിത്തറയ്ക്ക് തന്നെ വലിയ കോട്ടം സംഭവിച്ചു എന്ന തിരിച്ചറിവാണ് പാർട്ടിക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടി അംഗങ്ങളെയും കേട്ടതിന് ശേഷം റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കാം എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയായിരുന്നു. അങ്ങനെയാണ് നേരത്തെ ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ചുകളും ചേർന്നുകൊണ്ട് ആ അഭിപ്രായം കൂടി പരിഗണിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കാം എന്ന തീരുമാനമെടുത്തത്. പക്ഷേ ഇപ്പോഴും ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ പൂർത്തിയാകാത്ത പല ജില്ലകളുമുണ്ട്. കണ്ണൂർ ജില്ലയിൽ പോലും ബ്രാഞ്ച് സമ്മേളനങ്ങൾ ബ്രാഞ്ച് യോഗങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്തവണ ഉയർന്ന വിമർശനങ്ങൾ എന്ന് പറഞ്ഞത് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. അതായത് അവരെടുത്ത ചില നടപടികളാണ് ഈ കനത്ത ആഘാതത്തിന് കാരണം എന്ന് അതിരൂക്ഷമായ വിമർശനമാണ് എല്ലാ ഘടകങ്ങളിൽ നിന്നും ഉയർന്നത്. ഇങ്ങ് മുകളിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തുടങ്ങി താഴെ ബ്രാഞ്ച് വരെ നീളുന്ന വിമർശനങ്ങൾ ആ രീതിയിലുള്ളതായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം പാർട്ടി നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്ന് MV ഗോവിന്ദൻ യോഗത്തിൽ സമ്മതിക്കുന്നുണ്ടെങ്കിലും അതൊരു വ്യക്തി കേന്ദ്രീകൃതമല്ല എന്ന മറുപടിയാണ് MV ഗോവിന്ദൻ ഇന്നലെ യോഗത്തിൽ പറഞ്ഞത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. ആ വാർത്താ സമ്മേളനത്തിൽ എന്തായിരിക്കും തോൽവിയെക്കുറിച്ച് പറയുക, ഈ ഉയർന്ന വിമർശനങ്ങളെ എങ്ങനെയായിരിക്കും പാർട്ടി വിശദീകരിക്കുക വ്യക്തികേന്ദ്രീകൃതമല്ല എന്ന് പറയുമ്പോൾ പ്രസാദ്, അപ്പോൾ ഒരു വ്യക്തിക്കും അതിന് ഉത്തരവാദിത്തമില്ല എന്ന് കൂടിയാണ്. ഒരു ഉത്തരവാദി വേണമല്ലോ. തീരുമാനം എടുക്കുന്നത് ഒരു തലയിൽ നിന്നാണല്ലോ. അത് ഏറ്റെടുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന് വേണം ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. സാധാരണഗതിയിൽ പ്ലീനങ്ങൾ നടക്കുന്നു, പ്ലീനങ്ങളിൽ ഒരു പരിശോധന, തെറ്റുതിരുത്തൽ പ്രക്രിയ എന്താണ് എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്നു. അത് പല പ്ലീനങ്ങളായി കണ്ടുവന്നെങ്കിലും അതൊന്നും നടപ്പാക്കുന്ന രീതിയും കണ്ടിട്ടില്ല. ഇത്തവണ പ്ലീനവും ഇല്ലെന്ന് തോന്നുന്നു, അല്ലേ? ഇല്ല, പ്ലീനം വിളിച്ചു ചേർക്കേണ്ട എന്ന തീരുമാനം തന്നെയാണുള്ളത്. അതിന് പകരം ഒരു വിപുലമായ സംസ്ഥാന കമ്മിറ്റി, സാധാരണ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ ചേരാറുള്ളതെങ്കിൽ ഇത്തവണ ഓഗസ്റ്റ് മാസം വിളിച്ചിരിക്കുന്നത് എല്ലാ ജില്ലയിലെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടിയുള്ള സംസ്ഥാന കമ്മിറ്റി, അതായത് വിപുലമായ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു പ്ലീനം മാതൃകയിലുള്ള ഒരു സമഗ്രമായ ചർച്ച എന്ന നിലയിലാണ് ഇത് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. സ്മൃതി, മറ്റേ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വിമർശനങ്ങൾ ഉണ്ടായതത്രയും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുമായിരുന്നു. പക്ഷേ റിപ്പോർട്ട് പറയുന്ന സമയത്ത് ആ വിമർശനങ്ങളൊക്കെയും പാർട്ടിക്കെതിരായ വിമർശനങ്ങളായിട്ടാണ് MV ഗോവിന്ദൻ യോഗത്തിൽ വിശദീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് MV ഗോവിന്ദനെ കേന്ദ്രീകരിച്ചോ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചോ ആ രീതിയിൽ കുറ്റപ്പെടുത്തൽ വേണ്ട എന്നൊരു സമീപനം പാർട്ടി എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. മറിച്ച് വീഴ്ച പറ്റിയത് പാർട്ടി നേതൃത്വത്തിനാണ് എന്നുള്ളതാണ്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പോലും ഗുരുതരമായ വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളതാണ്. ആ സ്ഥാനാർത്ഥി വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. പയ്യന്നൂരിലും സമാനമായ സാഹചര്യമായിരുന്നു.
പലയിടത്തും നേതാക്കന്മാരുടെ പിടിവാശി കൊണ്ട് പല സ്ഥാനാർത്ഥികളും വന്നത് കനത്ത തോൽവിക്ക് കാരണമായി എന്ന് വിമർശിക്കുന്നത് പാർട്ടി സഖാക്കൾ തന്നെയാണ്. ഇനിയിപ്പോൾ ശ്രുതി, ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്താണ് CPIM സംസ്ഥാന സെക്രട്ടറി തോൽവിയെക്കുറിച്ച് വിശദീകരിക്കുക, ഈ ചർച്ചയെക്കുറിച്ച് എന്താണ് പറയുക എന്നുള്ളത് തന്നെയാണ് കൗതുകം. ശരി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്നൊരു വസ്തു പറയുന്നു. നേതാക്കൾക്കാർക്കും ഉത്തരവാദിത്തമില്ല, അത് പാർട്ടിക്ക് പറ്റിയ പിഴവെന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് ആ തീരുമാനം ഉണ്ടാകുന്നെന്ന ചോദ്യമുണ്ട്. ശരി പ്രസാദ്, അപ്പോൾ എന്ത് കുറ്റസമ്മതമാണ് നടത്തുക, എന്താണ് യഥാർത്ഥ പരാജയ കാരണം എന്നുള്ളതിൽ വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് എന്തൊക്കെ പറയുമെന്നുള്ളതാണ് അറിയേണ്ടത്.